നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് 8ാം ക്ലാസ്സിലെ പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ SSCRT പഠിച്ചിട്ട്. അപ്പോൾ കുറച്ച് എന്തൊക്കെയോ തിരക്കുകളായതുകൊണ്ട് SSCRT ക്ലാസ്സുകൾ ഇടാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് SSCRT കംപ്ലീറ്റ് ചെയ്ത് തരാമോ എന്ന്. എക്സാം ആകുമ്പോഴേക്കും 8, 9, 10 ക്ലാസ്സുകളിൽ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എടുത്തു തരും. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് 14ാമത്തെ ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണിത്. ഈ ഭാഗത്തു നിന്നും PSC നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നോട്ട്സ് എഴുതിയെടുക്കാനുള്ളവർ എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രതിപതന തലം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതന തലം എന്താണ്? പ്രതിപതന തലം അതായത് പ്രകാശം തട്ടി തിരിച്ചു പോകുന്ന ഭാഗമാണ് പ്രതിപതന തലം, അല്ലേ? അപ്പോൾ ഈ പ്രതിപതന തലം ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് എന്ത്? ഗോളീയ ദർപ്പണങ്ങൾ. മനസ്സിലായോ? അടുത്ത ചോദ്യം: പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണം. അപ്പോൾ മനസ്സിലാക്കുക, പ്രതിപതന തലം അകത്തോട്ടിങ്ങനെ കുഴിഞ്ഞിരിക്കും, അല്ലേ? അകത്തോട്ട് കുഴിഞ്ഞ്, അതായത് നടുഭാഗം വീതി കുറവായിരിക്കും, അറ്റങ്ങളിലായിരിക്കും വീതി കൂടുതൽ. അപ്പോൾ പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണം. ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. മനസ്സിലായല്ലോ? പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണം. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളെ എന്താണ് പറയുക? കോൺവെക്സ് ദർപ്പണം എന്നാണ് പറയുക. അപ്പോൾ ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഒരു ദർപ്പണം അത് ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ? ഇപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തും ഓരോ ഗോളങ്ങളുണ്ടാവും. അപ്പോൾ ആ ഗോളം അതിൻ്റെ നടുഭാഗം, അല്ലേ? ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. അടുത്ത പോയിന്റ്: ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ ആരമാണ് ദർപ്പണത്തിൻ്റെ വക്രതാരം. ഒരു ദർപ്പണം ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ ആ ഗോളത്തിൻ്റെ ആരമാണ് ദർപ്പണത്തിൻ്റെ വക്രതാ ആരം. എന്താണ് വക്രതാ ആരം? ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപതന തലമാണ് അപ്പർച്ചർ, അല്ലേ? ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപതന തലം, അതിലൂടെ പ്രകാശം കടന്നുപോയി പ്രതിപദിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും, അല്ലേ? ആ ഭാഗമാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ. അപ്പോൾ ഈ ദർപ്പണത്തിൻ്റെ പ്രതിപതന തലം ഉണ്ടല്ലോ, അതായത് അപ്പർച്ചർ. ഈ അപ്പർച്ചറിൻ്റെ മധ്യബിന്ദുവിന് എന്താണ് പറയുക? പോൾ എന്നാണ് പറയുക. P എന്നാണ് അത് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലമാണ് അപ്പർച്ചർ. അപ്പോൾ ഈ അപ്പർച്ചറിൻ്റെ മധ്യബിന്ദുവാണ് പോൾ. മനസ്സിലായോ? അടുത്ത പോയിന്റാണ്: വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം. മാറിപ്പോവരുത്. വക്രതാ കേന്ദ്രമുണ്ട്, അല്ലേ? അതായത് ഗോളത്തിൻ്റെ മധ്യഭാഗത്തെ ആ കേന്ദ്രബിന്ദുവിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്: ഗോളീയ ദർപ്പണങ്ങളിലെ പതന കോണും പ്രതിപതന കോണും തുല്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഗോളീയ ദർപ്പണങ്ങളിൽ ഒരു പതന കോണുണ്ടാവും, അല്ലേ? പ്രകാശം പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോണും അത് അവിടെ നിന്ന് പ്രതിപദിച്ച് പോകുമ്പോഴുണ്ടാകുന്ന ഒരു കോണും, അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വന്നത് ഇങ്ങനെയാണ്: പതന കോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ തുല്യമാണ് എന്നതാണ് ആൻസർ, അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം: ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു.
ഈ ബിന്ദുവാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് അഥവാ എഫ് അല്ലേ. അപ്പോൾ എന്താണ് ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷം നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ഏതിലൂടെ കടന്നു പോകുന്നു? മുഖ്യ അക്ഷത്തിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു അല്ലേ. അപ്പോൾ ഈ ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് അഥവാ എഫ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിപ്പിച്ച് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണെന്ന് പറയുന്നു. ഏതാണ്? കോൺവെക്സ് ആണ് കേട്ടോ. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കും? മിഥ്യയായിരിക്കും എന്ന് പഠിച്ചു വെക്കുക. അതായത് മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിപ്പിച്ച് സ്ക്രീനിൽ പതിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല? കോൺവെക്സ് ദർപ്പണത്തിന് സാധ്യമല്ല. അതുകൊണ്ട് എപ്പോഴും കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്തായിരിക്കും? മിഥ്യയായിരിക്കും. മാറിപ്പോവരുത്. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിൻ്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്. മനസ്സിലായോ? ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം എന്തു ചെയ്യുന്നു? ദർപ്പണത്തിൻ്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും വരുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്. അടുത്ത പോയിൻ്റാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രതിബിംബം ദർപ്പണത്തിന് മുൻപിലാണ്. എവിടെയാണ്? കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രതിബിംബം എവിടെയാണ് ഉണ്ടാവുക? ദർപ്പണത്തിൻ്റെ മുൻപിലാണ് ഉണ്ടാവുക അല്ലേ. അതുപോലെ തന്നെ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം എന്നാൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കും? യഥാർത്ഥമായിരിക്കും. അത് കൃത്യമായി ഓർമ്മിച്ച് വെക്കണം. നെക്സ്റ്റ് പോയിൻ്റാണ് ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം അഥവാ സ്മോൾ എഫ്. ഒരു ദർപ്പണത്തിൻ്റെ പോൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതായത് അപ്പർച്ചറിൻ്റെ മധ്യഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം അഥവാ സ്മോൾ എഫ്. അപ്പോൾ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിൻ്റെ വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിൻ്റെ വക്രത ആരം ഉണ്ടല്ലോ, ആ ഗോളത്തിൻ്റെ ആരത്തിൻ്റെ പകുതി ആയിരിക്കുമെന്ന് പഠിച്ചു വെക്കുക. അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് എന്താണ്? വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ എന്താണ്? കോൺവെക്സ് മിററാണ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. അടുത്ത പോയിൻ്റാണ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷവുമായി വിവിധ കോണുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ അകലെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം വിവിധ ബിന്ദുക്കളിലായി കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുക്കൾ ചേർന്നുണ്ടാകുന്ന തലമാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് തലം. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. അടുത്തത് വക്രതാ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമേത്? വക്രതാ കേന്ദ്രം അല്ലേ. എങ്ങനെയാണ് ഇംഗ്ലീഷ് സൂചിപ്പിക്കുക? സി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി വസ്തു വളരെ അകലത്തിലായിരിക്കുമ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. അത് കൃത്യമായി ഓർമ്മിച്ചു വെക്കണം. വസ്തു വളരെ അകലത്തിൽ അതായത് അനന്തതയിലായിരിക്കുമ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ഫോക്കസിലാണ് അല്ലേ. ഫോക്കസിലാണ്. യഥാർത്ഥവും തലകീഴായതും വളരെ ചെറുതുമായ പ്രതിബിംബം രൂപപ്പെടുന്ന ദർപ്പണം ഏതാണ്? യഥാർത്ഥവും തലകീഴായതും വളരെ ചെറുതുമായ പ്രതിബിംബം. യഥാർത്ഥം എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, അത് കോൺകേവ് ദർപ്പണമായിരിക്കും. നമ്മൾ ദർപ്പണത്തെക്കുറിച്ചാണ് പറയുന്നത്, മിറർ അല്ലാതെ ലെൻസ് അല്ല, മാറിപ്പോരുത്. യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്ന മിററാണ് ഏത്? കോൺകേവ് മിറർ. ലെൻസ് ആകുമ്പം കുറേ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പം മിററാണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ വെക്കുക. അപ്പോൾ കോൺവെക്സ് മിററിൽ എങ്ങനെയുള്ള പ്രതിബിംബമായിരിക്കും? മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായ പ്രതിബിംബമായിരിക്കും. കോൺകേവിൽ എങ്ങനെയാണ്? യഥാർത്ഥവും തലകീഴായതും ചെറുതുമായ പ്രതിബിംബമാണ്. കോൺവെക്സ് മിററിലോ മിഥ്യയും
നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായ പ്രതിബിംബം രൂപപ്പെടുന്ന ദർപ്പണമാണ് ഇത് കോൺവെക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ റിയർ വ്യൂ മിററിൽ കോൺവെക്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അതൊന്ന് നമ്മൾ നോക്കിയാൽ മതി. റിയർ വ്യൂ മിററിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നിവർന്നിട്ടാണ് കാണുക അല്ലേ? പുറകിലുള്ള വാഹനം കാണുന്നതാണല്ലോ റിയർ വ്യൂ മിറർ. അപ്പോൾ പുറകിലുള്ള വാഹനത്തിന് നമ്മൾ നേരെയാണ് നിവർന്നിട്ടാണ് കാണുന്നത്, തല കീഴായിട്ടൊന്നുമല്ല. പിന്നെയോ ആ വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും അല്ലേ? ഒരു വാഹനം ചെറുതായിട്ടാണ് നമ്മൾ ആ റിയർ വ്യൂ മിററിൽ കാണുന്നത്. അതുപോലെ തന്നെ അത് യഥാർത്ഥമാണോ? അല്ല, മിഥ്യയാണ് അല്ലേ? അത് ആ ഒരു റിയർ വ്യൂ മിറർ മാത്രം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. കോൺവെക്സ് മിററിൽ മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് കോൺവെക്സ് ദർപ്പണത്തിൽ വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും. കോൺവെക്സ് ദർപ്പണത്തിൽ വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും. കോൺവെക്സ് ദർപ്പണത്തെക്കുറിച്ച് നമുക്ക് ഈ പ്രതിബിംബങ്ങളുടെ കാര്യം ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. കോൺകേവ് ദർപ്പണത്തിൽ നമുക്ക് ഓരോ സ്ഥാനം പഠിക്കാനുണ്ട്. അടുത്ത ചോദ്യം, യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എങ്ങനെയായിരിക്കും? യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എങ്ങനെയായിരിക്കും? തല കീഴായതായിരിക്കും അല്ലേ? അതായത് കോൺകേവിൻ്റെ കേസ് എടുത്താൽ നമുക്കറിയാം യഥാർത്ഥ പ്രതിബിംബമാണ്, പക്ഷേ തല കീഴായതും ആയിരിക്കും. കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാപ്രതിബിംബം വസ്തുവിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും. അത് നമ്മൾ പറഞ്ഞു അല്ലേ? വസ്തുവിനെ അപേക്ഷിച്ച് ചെറിയ പ്രതിബിംബമായിരിക്കും കോൺവെക്സ് മിററിൽ രൂപപ്പെടുക. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം. അതായത് പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണെന്ത്? ആവർത്തനം അല്ലേ? ആവർത്തനം. അടുത്ത പോയിൻ്റാണ്, സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഏതായിരിക്കും സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം? കോൺകേവ് ദർപ്പണമായിരിക്കും അല്ലേ? അതിന് ഫോക്കസ് ദൂരം കൂടുതലാണ്. സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. നെക്സ്റ്റ് പോയിന്റ്, കോൺകേവ് ദർപ്പണം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പാരാബോളിക് ദർപ്പണം. അപ്പോൾ നമ്മൾ പാരാബോളിക് ദർപ്പണം എന്ന് കണ്ടാൽ മനസ്സിലാക്കുക എന്ത്? അത് കോൺകേവ് ദർപ്പണത്തിൻ്റെ മറ്റൊരു പേരാണ്. അടുത്ത ചോദ്യം, ഷേവിംഗ് മിററിലും മേക്കപ്പ് മിററിലും ഡോക്ടർമാരുടെ ഹെഡ് മിററുകളിലും സിനിമാ പ്രൊജക്ടറുകളിലും ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഏതായിരിക്കും? കോൺകേവ് ദർപ്പണമാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഷേവിംഗ് മിററിലും മേക്കപ്പ് മിററിലും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഹെഡ് മിററൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കുറച്ച് വലുതായി കാണാൻ വേണ്ടിയാണ് അല്ലേ? അപ്പോൾ വലിയ പ്രതിബിംബം ഇതിലാണ് യഥാർത്ഥ പ്രതിബിംബം ഇതിലാണ് രൂപപ്പെടുക? കോൺകേവ് ദർപ്പണത്തിലാണ് രൂപപ്പെടുക. മനസ്സിലായല്ലോ? അടുത്തത്, തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. റോഡിലെ വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദർപ്പണം ഏതാണ്? അതും കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് അല്ലേ? വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. PSC ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ കോൺവെക്സ് മിറർ ഉപയോഗിക്കാത്തത് ഏതിലാണ് എന്നൊക്കെയാണ് ചോദ്യം വരിക. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? റോഡിലെ വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. ഷേവിംഗ് മിററിലും മേക്കപ്പ് മിററിലും ഡോക്ടർമാരുടെ ഹെഡ് മിററിലും ഒക്കെ ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. തെരുവ് വിളക്കുകളിൽ കോൺവെക്സ് ദർപ്പണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ എന്ന ചാപ്റ്റർ അല്ലേ? പിന്നെ ഇതിൽ നമ്മൾ സിലബസ് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു സൂത്രവാക്യമുണ്ട്. R = 2F അല്ലേ? R = 2F എന്ന ഒരു സൂത്രവാക്യം പഠിക്കാനുണ്ട്. R എന്നാൽ എന്താണ്? ആരമാണ് അല്ലേ? ആരം. സ്മോൾ f എന്ന് വെച്ചാൽ ഫോക്കസ് ദൂരമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ആരത്തിൻ്റെ ഇരട്ടിയായിരിക്കും. ഇത് തന്നെ നമുക്ക് വേറെ എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് നമുക്ക് ഫോക്കസ് ദൂരമാണ് കണ്ടുപിടിക്കുക. എന്നാൽ F = R/2. അതൊന്ന് പഠിച്ചു വെക്കണം. F = R/2. R എന്ന് പറയുന്നത് ആരമാണല്ലേ? ആ ഗോളത്തിൻ്റെ ആരമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞു അല്ലേ? ആരത്തിൻ്റെ പകുതിയായിരിക്കും എന്ത്? ഫോക്കസ് ദൂരം. അപ്പോൾ ഈ ഒരു സൂത്രവാക്യം പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററുമായി വരാം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ
മാത്രം ഉൾപ്പെടുത്തി നമുക്ക് പഠിച്ചെടുക്കാം. എത്രയും പെട്ടെന്ന് SSCRT കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ SSCRT ക്ലാസ്സുകൾ സ്വന്തമാക്കാൻ വേണ്ടി PSC പള്ളിക്കൂടം എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. SSCRT ക്ലാസ്സുകൾ മാത്രമല്ല LDC ഫൈനൽ ലാപ്പ്, അതുപോലെ തന്നെ LP UP സ്പെഷ്യൽ ടോപ്പിക്കുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം ഈ ചാനലിലുണ്ട്. അപ്പോൾ പരമാവധി എല്ലാ ക്ലാസ്സുകളും പ്രയോജനപ്പെടുത്തുക. ആർക്കെങ്കിലും ഈ ക്ലാസ് മനസ്സിലായില്ല, ഇനി ക്ലാസ്സായി തന്നെ വേണം അല്ലെങ്കിൽ ചിത്രം വരച്ചൊക്കെ മനസ്സിലാക്കി തരണം എന്ന് അഭിപ്രായമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ ക്ലാസ്സായി തന്നെ ആ ഒരു ഫോക്കസ് ദൂരവും വക്രതാ കേന്ദ്രമൊക്കെ ചിത്രം വരച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത SSCRT ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്